ഹലോ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വെൽക്കം ബാക്ക്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് ഞങ്ങളും ഇവിടെ സുഖമായിട്ട് പോകുന്നു. ഇന്നത്തെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് നല്ല കടലക്കറി ഉണ്ടാക്കുന്നതും പിന്നെ ഓട്ടടമാവ് കൊണ്ട് ദോശ ഉണ്ടാക്കുന്നതൊക്കെയാണ് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എല്ലാവരും തന്നെ വീഡിയോ മുഴുവനായിട്ട് നിൽക്കാനും വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ കമൻറ്റ് അറിയിക്കാനൊന്നും മറക്കരുത് കേട്ടോ. ഫേസ്ബുക്ക് ആണെങ്കിൽ ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരും തീരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബും ലൈക്കും ഒക്കെ ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തുക. അപ്പോഴാണ് ഞാൻ ഇതിൻ്റെ പുതിയ പുതിയ വീഡിയോസൊക്കെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരിക. പിന്നെ പറഞ്ഞല്ലോ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമൻ്റായിട്ട് അറിയിക്കുക. ഫേസ്ബുക്ക് ആണെങ്കിൽ ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ ഇതാ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് ഒരു കാട് വെട്ടാനൊക്കെ ഒരു പണിക്കൊരു ആളുണ്ട് കേട്ടോ. അപ്പോൾ അതിനെ വിളിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങൾക്ക് എന്താ പറയുക ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കൊടുക്കണം. അപ്പോൾ ദോശ ചുട്ടെടുക്കണം, കടലക്കറി ഒക്കെ ഉണ്ടാക്കണം. അപ്പോൾ അത് കടലക്കറി ഞാൻ എന്ത് ചെയ്തു, നന്നാക്കി കേക്കിയതിന് ശേഷം രാത്രി കുതിർത്തിട്ടുണ്ട്. തലേന്ന് രാത്രി കുതിർത്തിട്ടുണ്ട്, നന്നാക്കി കേക്കിയതിന് ശേഷം അപ്പോൾ അത് ഓട്ടടൻ്റെ മാവാട്ടോ. അങ്ങനെ ഞാൻ കുക്കറിൽ ഉപ്പൊന്നും ഇടാതെ വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉമ്മ പെട്ടെന്ന് അടുപ്പ് കത്തിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഉമ്മ ഓലക്കൊടിയൊക്കെ പിടിപ്പിച്ച് അടുപ്പ് പുറത്ത് വാർഗടുപ്പ് നമുക്ക് പോകാൻ വേണ്ടിയിട്ട് പോകാൻ കേട്ടോ. എനിക്കാണെങ്കിൽ അടുക്കളയിൽ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെയാണ്. തിരക്കെന്ന് പറഞ്ഞാൽ എക്സാം ആണല്ലോ, മിന്നുവിന് സ്കൂളിൽ എക്സാമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ല, എന്നാൽ തിരക്കുമാണ് കേട്ടോ. അതുകൊണ്ട് കുറച്ചൊക്കെ സാവധാനമാണ്, എന്നും വരുന്നതിലേറെ സാവധാനമാണ് നമ്മുടെ കിച്ചണിലേക്ക് എത്തിയിട്ടുള്ളത്. അവളെ മദ്രസക്ക് പറഞ്ഞിട്ടാണ് കുറച്ചൊക്കെ സാവധാനമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അത് വേവിച്ച് വെച്ച കറിയിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസും തയ്യാറാക്കണം. അപ്പോൾ ഞാൻ തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്ന് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കട്ടെ. അങ്ങനെ അത് അരക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ചട്ടി ഇതാ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ചൂടായ ചട്ടിക്ക് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കടുക് കൊണ്ട് പൊട്ടിച്ചെടുക്കട്ടോ. കടുകിട്ട് പൊട്ടിച്ചിട്ട് എന്ത് ചെയ്യാം, അപ്പം ഈ ചെയ്യേണ്ടതൊക്കെ നമുക്ക് കാണാം. ഇതിലേക്ക് ടൊമാറ്റോ, വെളുത്തുള്ളി, സവാള, ചെറിയൊരു സവാളൻ്റെ കിട്ടോ പീസുകളാണ്, അതൊക്കെ ചേർത്തിക്കോട്ടെ. ഒരു വലിയ തക്കാളി ആട്ടോ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കറിവേപ്പില, ചീരാപ്പറങ്കിൻ്റെ മുളക് 3 എടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി ആണെങ്കിൽ കുറച്ച് വലിയൊരു കഷ്ണങ്ങളാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ചോദിക്കുകയാണ് വലിയ കഷ്ണങ്ങളാണ് എന്താണ് തക്കാളിക്ക്. അതൊന്നും കുഴപ്പമില്ല, നമുക്ക് ശരിയാക്കി എടുക്കാൻ. അപ്പോൾ പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറിയിലേക്കാണ് ഞാൻ തീരെ ഉപ്പിടാതെയാണ് വേവിച്ച് വെച്ചിട്ടുണ്ടായത്. നമ്മൾ കടലക്ക് അവിടെ പീങ്ങി വെച്ചെന്ന് പറയാം. പിന്നെ ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകപ്പൊടി, മല്ലിപ്പൊടി ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ മല്ലിപ്പൊടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മസാല ബോക്സിൽ മല്ലിപ്പൊടി ഫില്ല് ചെയ്തിട്ടില്ല, അതൊക്കെ ചെയ്തിട്ട് വേണം. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇതാ മല്ലിപ്പൊടിൻ്റെ പാക്കറ്റ്. അപ്പോൾ ഞാൻ മില്ലിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് എടുത്തിട്ട് ഇപ്പം ഞാൻ മസാല ബോക്സൊക്കെ ഒന്നും ആക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിത് കറിൻ്റെ ചട്ടിയിലേക്ക് പെട്ടെന്ന് ഒഴിച്ചെടുക്കട്ടെ. പിന്നെ നമ്മൾ അരച്ച് വെച്ച തേങ്ങ അത് ചെറുതായിട്ടൊന്ന് വറവിടണം കേട്ടോ. വറവിടുക വെച്ചാൽ അങ്ങനെയല്ല, വറുത്തെടുക്കണം. ഈ ഒരു ഇതിൽ തന്നെ നമുക്കിത് വറുത്തെടുക്കണം. അപ്പോൾ കുറച്ചുകൂടി എണ്ണ ഒഴിച്ചെടുക്കുകയാണ് ഞാൻ. ചെറുതായിട്ട് അതിൽ പറ്റി പിടിക്കാനൊരു സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇതാക്കണം. അപ്പോൾ അതാണ് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഞാൻ വെള്ളമൊന്നും ചേർക്കാതെ ഇട്ട് അരച്ചത്. അപ്പോൾ ഞാൻ പണിക്ക് ആളില്ലതുകൊണ്ട് തന്നെ ഇനി തീരെ അരക്കാതെ ഇതിലേക്ക് ഇട്ടാൽ ചിലപ്പോൾ എന്തെങ്കിലും ആയാലും വിചാരിച്ചിട്ടുണ്ടോ ആകുന്നില്ല, നന്നായി വറവ് പാകായ ആകുന്നില്ല. എന്നാലും ചെറുതായിട്ടൊക്കെ അരച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ മല്ലിപ്പൊടി ഇതിലേക്ക് ഒരു 3-4 സ്പൂൺ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി എന്ത് ചെയ്യണം, വേവിച്ച് വെച്ച കടലക്കറി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഈ കടലക്കറി ഇതിലേക്ക് ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഉപ്പൊക്കെ പാകാണെന്ന് നോക്കിയിട്ട് വേണം ഇതാക്കാൻ. അപ്പം ഇതൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് നമുക്കിത് നമ്മൾ സ്റ്റൗവൊക്കെ ഓഫാക്കി വെക്കാം. ഇനി പുറത്ത് ആണ് പിന്നെ പണിയിട്ടോ. അപ്പം എനിക്ക് അപ്പം ചുടണം, ദോശ ചുടണം. ഓട്ടട മാവാണ്. ആ ഓട്ടട മാവ് തന്നെ ഞാൻ ദോശയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ മിക്സിൻ്റെ ചാറ് ഒന്ന് കഴുകി ഒഴിച്ച വെള്ളം കൂടി ഇതിലേക്ക് ചേർത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിലെ കറിയാണ് കേട്ടോ, നല്ല ടേസ്റ്റ് തന്നെയാണ്. കുട്ടികളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയാണ്ട് ഞാൻ തന്നെ അത് പറയേണ്ട ഒരു ആവശ്യമില്ല. പിന്നൊക്കെ മദ്രസ ഇട്ടുന്ന ചിക്കൻ കറിൻ്റെ പോലെ ഉണ്ട് എന്നൊക്കെ പറയണ്ടായിരുന്നു. ജിതുമോനും സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഉമ്മയും പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കിട്ടിയ അഭിപ്രായം ഉണ്ടാവും. പിന്നെ ഞാൻ ഉണ്ടാക്കിയാണ്ട് ഞാൻ തന്നെ അത് അഭിപ്രായം പറഞ്ഞ രീതി ശരിയല്ല. അപ്പോൾ ഉപ്പ് പാകത്തിന് കുറച്ച് കുറവുണ്ടായിരുന്നു, അതും കൂടി ഇട്ടെടുത്തിട്ടുണ്ട്. അപ്പം ഇത് തിളപ്പിച്ചതിന് ശേഷം നമുക്കത് ഓഫാക്കിയിട്ട് ഇനി പുറത്തേക്ക് ഞാൻ ട്രൈപോഡും കൊണ്ട് പോകട്ടോ. ചായക്കുള്ള വെള്ളമൊക്കെ വെച്ചെടുത്തിട്ടുണ്ട്, അതൊക്കെ ആയിട്ടുണ്ട് കേട്ടോ.
മിന്നുവിനാണെങ്കിൽ പിന്നെ എന്താ പെട്ടെന്ന് മദ്രസ്ക്ക് പറഞ്ഞയച്ചതുകൊണ്ട് അവൾക്ക് പിന്നെ എന്താ ചായ കൊണ്ട് കുടിച്ചു. പിന്നെ എന്തെങ്കിലും കടിക്കും ചെയ്തിരുന്നേ എന്തേലിപ്പം മുട്ട പിഴുങ്ങി കൊടുത്തിരുന്നു. അതും കൂട്ടിയാണ് അവൾ മദ്രസ്ക്ക് പോയത്. അപ്പോൾ ആ കഴിഞ്ഞാൽ തന്നെ എനിക്ക് കുറച്ച് നേരം ടൈം കിട്ടി. അപ്പം കുറച്ച് വീഡിയോ അപ്ലോഡൊക്കെ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ ഇതാ അപ്പം ഞാൻ ട്രൈപ്പോഡും കൊണ്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പം നമ്മളെ ക്യാമറ ഇതൊക്കെ സെറ്റാക്കി വെക്കണം. അപ്പോൾ വെള്ളം തന്നെ ആദ്യം വെച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താണ് അടുപ്പണി ഇങ്ങനെ കത്തി പിടിക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായിട്ട്. അപ്പോൾ അതാ ഈ ഒരു എന്താണ് ഇരുമ്പിൻ്റെ ചട്ടി എടുത്തിട്ട് ഇപ്പോൾ കുറേ കാലമായിട്ടുണ്ട്. നമ്മൾ പത്തിരിയൊക്കെ ചുട്ടെടുത്തിന് ചട്ടി ഉണ്ട് എടുക്കാത്തതുകൊണ്ട് തന്നെ കുറഞ്ഞൊരു ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് എടുക്കട്ടെ വിചാരിച്ചിട്ട് വന്നതാണ്. അപ്പോൾ ഞാനിവിടെ എന്താണ് ചോറിന് വെച്ചിന് വെള്ളമൊക്കെ മാറ്റിയേക്കാണ്. അരിയൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതൊന്ന് ആദ്യം ഇതാക്കിയെടുത്തിട്ട് അപ്പം ചട്ടി നന്നാക്കി ചൂടായതിന് ശേഷം പെട്ടെന്ന് ചൂടാകും കേട്ടോ. ഈ ഒരു അടുപ്പ് പറഞ്ഞാൽ നല്ലതാണ് കേട്ടോ. പക്ഷെ കുറച്ച് ഞങ്ങൾക്ക് കുറച്ച് ചെറുതാണെന്നുള്ളൂ. എല്ലാവർക്കും ഈ ഒരു അടുപ്പാകും ചെറുത്. ഇവിടുത്തത് ഏറ്റവും വലിയ അടുപ്പ് ഇതാണ് കേട്ടോ. അപ്പുറത്തേക്കും ചെറിയ അടുപ്പ്. അങ്ങനെ ഈ ഒരു നടു അടുപ്പത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചൂടായതിന് ശേഷം നമ്മൾ ഓട്ടട മാവ് ഇതിലേക്ക് ഒഴിച്ചെടുക്കുക. ഓരോ കൈ കുറച്ച് വലിയ ദോശനെ ആക്കി എടുക്കുക. അപ്പം കുറച്ച് വലിയ കയ്യിൽ തന്നെ എടുത്താൽ മതി. അപ്പോൾ ഞാൻ സാധാരണ ഒരു കയ്യിൽ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഇന്ന് തന്നെ അരച്ച ഇതാണ് കേട്ടോ ഓട്ടൻ്റെ മാവ്. തലേന്ന് അരച്ചെക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ലല്ലോ. തലേന്ന് വെള്ളത്തിട്ട് നന്നാക്കി കഴുകി പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയും കുറച്ച് ചോറും ആക്കിയില്ലതും ഒക്കെ എടുത്തിട്ട് അതാണ്ട് അരച്ചിട്ട് പാകത്തിന് ഉപ്പൊക്കെ ചേർത്തിട്ട്. അപ്പോൾ വെള്ളം അധികം ലൂസാകാൻ പാടില്ല, അത്രേ ഉള്ളൂ. അതിൻ്റെ ഒരു പാകത്തിന് അതിന് മേലേക്ക് ഇത്തിരി വെള്ളത്തിലാണ് ഞാനത് അരച്ചെടുത്തത്. കുറഞ്ഞൊരു വെള്ളം കൊണ്ടിരുന്നാൽ മതി. അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയണം. അപ്പോൾ അത് ഓയിലൊക്കെ എന്താണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾക്ക് ഓരോ ദോശയും ചുട്ടെടുക്കാം. അപ്പോഴേക്ക് മിന്നു മദ്രസ് വിട്ടിട്ടുണ്ട് കേട്ടോ. അവൾക്കാണെങ്കിൽ ഫോൺ ചോദിക്കുന്നുണ്ട്, പഠിക്കണം അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ 2 ദോശ ചുട്ടെടുത്തുകൊണ്ട് അവളെ കയ്യിൽ ഫോൺ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓരോ ദോശ അപ്പോൾ ദോശൻ്റെ മാവ് നമ്മൾ ഓട്ടൻ്റെ മാവ് ഒഴിച്ചെടുക്കാനൊക്കെ നല്ല സുഖമുണ്ട്. ചിറ്റി ഒഴിച്ചെടുക്കാനും ഇതൊക്കെ സുഖമുണ്ട്. ഇനി എടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരു ടാസ്ക് കേട്ടോ. ഈ ഒരു ചട്ടി എടുക്കാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ റെഡി വരണം, എടുത്ത് ഇങ്ങനെ റെഡി വരണം. അപ്പോൾ ചട്ടി പിണങ്ങാന്നൊക്കെ പറഞ്ഞില്ലേ. അപ്പം ഇനി ഓയിലൊക്കെ തേച്ചിട്ട് നമുക്ക് ഇതിനെ മയക്കിയെടുക്കണം. അത് ഇങ്ങനെ റെഡി ആയി വന്നോളൂ. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഓയിൽ ഈ ഒരു മാവത്ത് ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം സാധാരണ എല്ലാവരും ഓട്ടട ചുടൽ മൺചട്ടിയിലല്ലേ. അപ്പം ഇവിടെ നേരെ തിരിച്ചാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഓട്ടടൻ്റെ മാവിനെ ദോശയാക്കി ചുട്ടെടുക്കാം. ഇനി എന്താ ഓട്ടട തന്നെയാണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ മണ്ണിൻ്റെ ചട്ടിയിലും ചുട്ടെടുത്താൽ മതി. ഇനി ഓട്ടടൻ്റെ അതേ ഷേപ്പിന് കിട്ടണമെന്നുണ്ടെങ്കിൽ സാധാ എന്താണ് അപ്പം ചട്ടിയിൽ തന്നെ എടുത്ത് ഇങ്ങനെ ഒന്ന് പരത്തി കൊടുക്കാതെ പറഞ്ഞ് അതിലും മതി. എന്നാലും ഓട്ടടൻ്റെ അതേ ആയിട്ടില്ലെങ്കിലും ഏകദേശമൊക്കെ തന്നെ മൺചട്ടിയിൽ ഓട്ടട ചുട്ടുന്ന സുഖം ഇതില്ല കേട്ടോ. അപ്പോൾ ഇതാ ഓരോ ദോശ ഞാൻ ചുട്ട് എടുക്കട്ടെ, 2-3 അങ്ങനെ ചുട്ടെടുക്കട്ടെ കേട്ടോ. ബാക്കി അങ്ങനെ ഞാനാണെങ്കിൽ സാധാരണ ഈ പണിക്കുള്ളത് അറിയാതെ സാധാരണ ഞങ്ങൾക്കില്ലേ എന്താണ് ഇത് മാത്രമേ വെള്ളത്തിൽ ഇട്ടുവെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ഓർമ്മയില്ല. പിന്നെ കറിക്ക് പിന്നെ ഞാൻ അങ്ങനെ എടുത്തുവെച്ചിരുന്നു, കുറച്ച് അധികം ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതായി. അപ്പം ഏതായാലും ഞങ്ങൾക്ക് 2 നേരം കഴിക്കാല. അപ്പം അങ്ങനെയും കൂടി കരുതിയിട്ടുണ്ടാക്കുന്നതാണ്. അപ്പം ഇങ്ങനെ ഒഴിച്ചെടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് ഈ ദോശക്ക് കേട്ടോ. അങ്ങനെ ഇതാ കുറച്ച് വീഡിയോസൊക്കെ മിന്നു എടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതാ ഞാനും തന്നെ ആ ചുടുന്നതിൻ്റെ ഇടയിൽ എടുക്കാനുണ്ടാവും. ഇവർക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയെന്നൊന്നും അറിയില്ല. അപ്പം ഞാൻ ഈ കാട് വെട്ടണമൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വിചാരിച്ച് കണ്ട് സൂം ചെയ്ത് കണ്ട് എടുക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അത് കണ്ടിട്ടുണ്ട്. കുഴപ്പമില്ല കേട്ടോ. ഇനി അത് അവിടെ വേണമെങ്കിൽ എന്തെങ്കിലും വെക്കാം. ഫേസ് കാണിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു സ്റ്റിക്കർ ഇട്ടെടുക്കാറുണ്ട്. എടുത്താൽ മതിയല്ലോ. അപ്പോൾ ക്യാമറ ആയിട്ട് ഇങ്ങനെ വന്ന് നിന്നപ്പോൾ തന്നെ എന്തൊരു സംശയം കിട്ടിയ പോലെ ഉണ്ട്. ഞാനിതൊക്കെ ദോശ ചുട്ടെടുക്കുന്നവർന്ന് എടുക്കുന്നത് കേട്ടോ. കുറച്ച് വിട്ടാണ്. അപ്പോൾ അത് സൂമിൽ എടുത്തതുകൊണ്ടാണ് ഇത്ര അടുത്തുനിന്ന് കാണാൻ പറ്റിയത് കേട്ടോ. എത്രത്തോളം വിട്ടാണ് നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ മനസ്സിലാകും. അധികം സൂം കൂട്ടി ഇങ്ങനെ കൊടുക്കുകയാണ് ഞാൻ. അങ്ങനെ പെട്ടെന്ന് കാണാൻ വിചാരിച്ചിട്ട് അപ്പോൾ അതാ ചെറുതാക്കി അത്രയും വിട്ടാൻ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഉമ്മ അവിടെ ചീരപ്പറങ്ങിൻ്റെ മുളക് പറിക്കാൻ വേണ്ടിയിട്ട് പോയതാണ്. അപ്പോൾ ആ നിൽക്കുന്നതിൻ്റെ ഇടയിൽ വീടെടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഓട്ടട ചുടുന്നതിൻ്റെ ഇടയിലാണ്. ഓട്ടടയല്ല, ഓട്ടട മാവാണ്, പക്ഷെ ദോശ പോലെ ചുട്ടെടുക്കാൻ കേട്ടോ. അങ്ങനെ ഓരോ ദോശയും ചുട്ടെടുക്കണമെങ്കിൽ എനിക്ക് കുറച്ച് പ്രയാസമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ചട്ടീനെ മയക്കിയെടുക്കണം. അപ്പോൾ ഈ ചട്ടി എടുക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പം ഈ നോൻപൊക്കെ ആകുമ്പോഴും പിന്നെ പുറത്തുനിന്ന് ഇപ്പം അങ്ങനെ ചുട്ടെടുക്കാറൊന്നുമില്ല. നമ്മൾ ഗ്യാസിനെ ചുട്ടെടുക്കും. പിന്നെ നോൺ സ്റ്റിക്കിൻ്റെ രീതിയിൽ 4 വെച്ച് ഇതിപ്പോൾ ഈ ചട്ടിയിലെ ഗ്യാസ് നോക്കി കൊണ്ടുവന്നാൽ അത്ര മുതലാകുന്നില്ല. അപ്പോൾ ഇത് പുറത്ത് വിറകെടുക്കുമ്പോൾ കത്തിക്കാണ് എളുപ്പമുണ്ട്. പിന്നെ നമ്മളെ കട്ടിപ്പത്തിരി അങ്ങനെ അതൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. കട്ടിപ്പത്തിരി ആകുമ്പോൾ നമുക്കൊരു 4 ഈച്ചൊക്കെ അതിന് വെറുതെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ.
അപ്പോൾ ഈ ഒരു സാധാരണ ഒരു കയ്യിലായതുകൊണ്ട് തന്നെ കുറച്ച് ഇതുണ്ട്. അപ്പോൾ സാധാരണ എന്താ ദോശന്റെ വലിപ്പം തന്നെയാണ്. അപ്പൊ ഈ കയ്യിലൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് വേണം നല്ലതൊക്കെ ഒന്ന് ചുട്ടെടുക്കാൻ കേട്ടോ. അപ്പൊ ഒരു വലിയ കയ്യിലുണ്ട് എടുത്താൽ മതി. അപ്പൊ അതോളം ഈ എന്താണോ ഇവിടെ നിന്ന് പോയാൽ അടുക്കളയ്ക്കും വേണം പോവുക, അകത്തുനിന്ന് നോക്കിയാൽ പുറത്തുനിന്ന് വേണം നോക്കുക, പുറത്തുനിന്ന് നോക്കിയാൽ അകത്തുനിന്ന് വേണം അങ്ങനെ നോക്കുക. അപ്പൊ അങ്ങനെ ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ കറിയൊക്കെ അകത്തുള്ള പണിയാണ് ആദ്യം കഴിക്കട്ടെ വിചാരിച്ചുകൊണ്ടാണ് ഞാൻ പിന്നെ പുറത്തേക്ക് വന്നിട്ടോ. പിന്നെ പുറത്ത് ഇതിക്ക് നോക്കിയാൽ മതി. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പാസ് ചെയ്യാണ്ടാവും, നടക്കാണ്ടാവും. പുറത്തായാൽ എന്താ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് വെളിച്ചം കണ്ട് തീയൂട്ടോ. പിന്നെ വറകും ഇതൊക്കെയാണ്, പിന്നെ ചകിരിയാണ്. ഞാൻ അധികം അപ്പമൊക്കെ ചൂടുകയാണെങ്കിൽ അപ്പം, ദോശ, പത്തിരി ഒക്കെ ചൂടുകയാണെങ്കിൽ വറകടുപ്പ് ചൂടുകയാണെങ്കിൽ അധികം ചകിരി വെച്ച് കണ്ടിട്ട് ചൂടാറില്ല. ഒരു കൊള്ളി വറകും പിന്നെ ചകിരിയാണ് കേട്ടോ വെക്കാറില്ല. അപ്പൊ ഞാൻ അധികമായിട്ടും എനിക്ക് ചകിരി ഇല്ല, ഞാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പത്തിനൊക്കെ. പിന്നെ ചോറും ഇതൊക്കെ ഫുഡ് കാര്യങ്ങളൊക്കെ വെക്കുമ്പോഴാണ് പിന്നെ വറകിന് ആവശ്യം. എന്നാലും എനിക്ക് ചകിരിയാണ് നല്ല ചില വിരട്ടങ്ങൾക്കൊക്കെ എങ്ങനെയാ അറിയില്ല എനിക്കിതാ. അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ തോട്ടം പറയാനായിട്ടില്ല. ഇനി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം ഇൻഷാ അല്ലാഹ്. അങ്ങനെ കാട വെട്ടി നല്ല സൂപ്പർ ആക്കിയിട്ടുണ്ട് സ്ഥലം. നിങ്ങൾ മുമ്പ് കണ്ട വീഡിയോ നിങ്ങൾക്ക് അറിയാം, ഇങ്ങനെയൊന്നും ആവൂല. പിന്നെ അപ്പൊ എങ്ങനെയൊക്കെ ഉണ്ട് എന്നൊക്കെ ഉള്ളത് നിങ്ങൾ കമന്റ് ചെയ്യട്ടോ. പിന്നെ എന്താ അങ്ങനെ നമ്മൾ അവസാനത്തെ ദോശയും കൂടി ചുട്ടെടുക്കുകയാണ്. അതൊക്കെ കഴിഞ്ഞു. ഇനി എന്താ ഇയാൾക്ക് ചായ കൊടുക്കാനായിട്ടുണ്ട് കേട്ടോ. ചായ കൊടുക്കാൻ ആയിട്ടില്ല. ഇത് രാവിലത്തെ പരിപാടി തന്നെ. ഇതൊക്കെ കഴിയട്ടെ. ഇനി പിന്നെ മിന്നിനാണ് എക്സാമാണെന്ന്. ഇനി അവളപ്പോൾ കുറച്ച് നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ എന്താ ചെറുതായിട്ടും മടിയൊക്കെ കാണിക്കും. അതുകൊണ്ട് തന്നെ ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റും ചോറും ഇതൊക്കെ ചോറിന് കാര്യത്തിട്ട് വേണം അവളൊപ്പം കുറച്ച് നേരം നിൽക്കാൻ. എന്താണ് ഈ ഒരു ഇയാൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നമ്മൾ ചായ കൊടുക്കണം. അതൊക്കെ കൊടുക്കണ്ടാവും. പക്ഷേ കൊടുത്തിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ചായ ഞങ്ങളെ കടലക്കറി അതൊന്നും വീഡിയോയിൽ കാണിച്ചിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്തെങ്കിലും സ്റ്റോറേജ് ഫുള്ളായി പോയാറില്ല. അപ്പം മിന്നുവിന് ബസ് ഉച്ചക്കണ്ട് എക്സാം, അപ്പോൾ അത് കാത്തിക്കാണ്. അങ്ങനെ ബസ് വരാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം കാത്തു നിൽക്കുകയാണ്. അങ്ങനെ നല്ല വെയിലത്താട്ടോ നിൽക്കുന്നത്. പിന്നെ ഈ കാട് വെട്ടുന്ന ആക്കന്നെ മധുരം പറ്റാത്തതുകൊണ്ട് ചായയിൽ മധുരം പറ്റൂല. പിന്നെ മാവിന് വേണമെങ്കിൽ മാവിന് സാധാരണ ആരും എന്താണ് മധുരമൊന്നും ചേർക്കാറില്ലല്ലോ. പിന്നെ ദോശയൊക്കെ ചുട്ടെടുക്കുമ്പോൾ ഞാൻ ചെറുതായിട്ടും മധുരമൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ, കുറച്ച് പഞ്ചസാരയൊക്കെ മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് ഇയാൾക്ക് മധുരം പറ്റാത്തത് കൊണ്ട് തന്നെ ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. അങ്ങനെ വൈകുന്നേരം ആയിട്ട് അപ്പം ഇന്ന് കുറച്ച് നേരമൊക്കെ നോക്കിയാണ്. പിന്നെ അവർക്ക് മൗലൂദ് ഇതൊക്കെ പഠിക്കാനൊക്കെ ഉണ്ട്. അതൊക്കെ വന്നാണ്ട് ഓളിൻ്റെ പെട്ടെന്ന് പറയാണ് എനിക്ക് എന്താ പറയുക A4 വേണം. ഇപ്പോൾ ഗ്രൂപ്പിൽ വിട്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ 15 A4 വേണം പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ പോയിക്കോണം. അവൾ എന്നോട് പോകാൻ പറഞ്ഞിട്ട് കേട്ടോ. ഇനി പോയിക്കഴിഞ്ഞ് എനിക്കാണെങ്കിൽ മാറ്റി ഒരുങ്ങി പോകാനാവില്ല വിചാരിച്ചുകൊണ്ട് അവളെ പറഞ്ഞു വെച്ച് കുറച്ച് സാധനമൊക്കെ കൊണ്ടിട്ട് വിചാരിച്ചിട്ട് അവളെ പോവുകയാണ്. അപ്പോഴും ഞാൻ കുറച്ച് സൂമിങ്ങിൽ എടുത്ത വീഡിയോസാണ് കേട്ടോ. ഇനി അവൾ വരുന്നത് വരെ കാത്തിരിക്കണം. അപ്പം ഞാൻ സൈക്കിളിൽ പോയാൽ തന്നെ അവൾ പോയി പഠിച്ചെന്നൊന്നും പറഞ്ഞു തരില്ല. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു കത്തിക്കാളല്ലാട്ടോ പറഞ്ഞാൽ. ഞാൻ പിന്നെ വരുന്നത് വരെ അവിടെ നമ്മളെ മുഖത്ത് കാത്തിരിക്കുക. നമ്മൾ സിറ്റൗട്ടിൽ ഇങ്ങനെ കാത്തിരിക്കും. അങ്ങനെ അവൾ പോയി വാങ്ങി കൊടുക്കാനായിട്ടുണ്ട്. ഇനി കുറച്ച് നേരമൊക്കെ കാത്തിരുന്ന് കുറച്ച് നേരം ജിതുമോനൊക്കെ ആയിട്ട് ഞാൻ പുറത്തു കൂടിയൊക്കെ ചിറ്റി വന്ന് അങ്ങനെ എന്താ ജനലും വാതിലൊക്കെ ചാരി എടുക്കാൻ കേട്ടോ, അല്ലെങ്കിൽ കൊതുക് കളിക്കാരോ. അപ്പോൾ പെട്ടെന്നാണ് വാങ്ങി കൊടുക്കാനായിട്ട് ജനലൊക്കെ നടച്ചക്കട്ടെ വെച്ചിട്ട് ഇങ്ങനെ അടക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പുറത്തെ ഒരു ജനൽ ഇനി ഉമ്മ അടച്ചോട്ടെ. അപ്പോൾ ആണെങ്കിൽ എന്നോട് ജിതുമോൻ പറയാണ് മിന്നെത്തിയാണ് പറ്റിക്കാൻ കേട്ടോ. അങ്ങനെ എല്ലാ ജനലിലും അടക്കട്ടെ. അങ്ങനെ ബാക്കി രണ്ടെണ്ണം ഉമ്മ കൊത്തിരണ്ടോ അടച്ചേക്കാണ്. അങ്ങനെ എൻ്റെ ഇടയിലാണ് ജിതുമോൻ എന്നെ പറ്റിക്കണത്. എന്താ നിന്നെ വന്നതാണ് അതിലാണ് ഞാൻ വാതിൽ തുറക്കുന്നത് കേട്ടോ. വന്ന് വിചാരിച്ചുകൊണ്ട് പെട്ടെന്ന് തുറന്നു വെക്കാണ്. അപ്പോഴേക്കും ഇങ്ങനെ ഞാൻ വരുന്നത് ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഇപ്പൊ കേട്ടോ അതാ വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ കടലക്കറിയും പിന്നെ എന്താ ഓട്ടടമാവ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ദോശയും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാക്കുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് എന്തായാലും നിങ്ങൾ ലൈക്ക് കൊടുക്കാൻ മറക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പം നിങ്ങളുടെ ഓരോ കമന്റാണ് എനിക്ക് പ്രചോദനമായിട്ട് വരിക. അപ്പോഴാണ് എനിക്ക് വീഡിയോ ഇടാനും ഒരു ഉത്സാഹം തോന്നട്ടോ.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ ഇൻഷാ അള്ളാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവരോടും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബൈ. താങ്ക് യു.